ഒരു 2 മണി 3 മണി അല്ലെങ്കിൽ ഒരു 4 മണിക്കിടയിൽ ഫയർ സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പിക്കാം അത് ഒരു പാവം പിടിച്ച സ്ത്രീ മിക്കവാറും കടിച്ചാടി. തീപിടുത്തുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ നിങ്ങൾ ഫയർഫോഴ്സിന് കൊടുക്കണം? ഫീസില്ല. ആ ഉത്തരത്തോട് ആരെങ്കിലും യോജിക്കുന്നുണ്ടോ? ഫീസുണ്ടോ? ഇല്ല. ഉറപ്പാണോ? ഓക്കെ, ഞാൻ സമ്മതിച്ചു. ആദ്യത്തെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പൈസയും കൊടുക്കണ്ട, ഫ്രീ ആണ്. ഇനി വലിയ ഫയറാണ്, 2 വണ്ടി വന്നിട്ടുണ്ട്, എത്ര രൂപ ഫീസ് കൊടുക്കണം? എത്ര രൂപ ഉണ്ടാവും? മാനസികമായിട്ട് കൊടുക്കേക്കോ? അല്ല, 500 റുപ്യ ഉള്ളതാകെ. ഞാൻ ഇത്രയും വലിയ മനുഷ്യന്മാർ വന്നിട്ട് 500 റുപ്യ ഫീസ് വേണ്ട. ഉറപ്പാ? ശരിയാണ്. 2ാമത്തെ വണ്ടിയായാലും തികച്ചും സൗജന്യമാണ്. പല ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്, ഇത് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കേണ്ടി തോന്നും അല്ലേ? പോട്ടെ, തീ പിടിച്ചാൽ പൈസ കൊടുക്കണ്ട. ഇനി ഒരാള് കിണറിൽ വീണ് വിളിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ ഫീസ് കൊടുക്കണം? അതിനും ഫീസ് വേണ്ട. ഓക്കെ, ശരി. എന്നാ പിന്നെ അത് ആത്മഹത്യാ ശ്രമമാണെങ്കിലും അത് പറയുന്നത്, അയാൾ വീണല്ല, അയാള് എന്താണ് സ്വന്തം മതി നിർത്തിക്കളയാൻ വിചാരിച്ചിട്ട് ചാടിയതാ. നമ്മള് കണ്ട് തുള്ളാൻ അറിയല്ലേ അല്ലേ? അങ്ങനെ തുള്ളിയതാണ്. അപ്പൊ നമ്മളെ വിളിച്ച് ഇയാള് തട്ടിപ്പോയില്ല, കേസെടുക്കും. എത്ര രൂപ ഫീസ് തരണം? വീട്ടുകാർക്ക് എത്ര രൂപ പൈസ തരണം? ഞാൻ രക്ഷപ്പെടുത്തുന്നെങ്കിൽ എന്തായാലും വരും, രക്ഷപ്പെടുത്തുക. എങ്ങനെ രക്ഷപ്പെടുത്തും? അയാളെ പുറത്തെത്തി കഴിഞ്ഞാൽ എത്ര രൂപ ആയിരുന്നു വാങ്ങിക്കണം? വാങ്ങിക്കും. ഓ, അതിന് വേണ്ടേ? ഫ്രീ ആണ്. ഹാപ്പി അല്ലേ? അത് ഫ്രീ ആട്ടോ, ധൈര്യമായിട്ട് ചൂടാ അല്ലേ? അതും ഫ്രീ ആണ്. അപ്പോ ഞാൻ ഇത് പറയാൻ കാരണം, ഇങ്ങനെ വളച്ചെട്ടി പറയാൻ കാരണം, പലർക്കും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ സ്റ്റേഷനിലേക്ക് വിളിക്കാൻ ഒരു മടിയുണ്ട്. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കെണിയും, എന്നെ പൈസ കൊടുക്കേണ്ടത് അല്ലേ? ഒരു 10 പൈസകൾ കൊടുക്കരുത്, കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അഥവാ കൊടുക്കണമെങ്കിൽ അത് കൈക്കൂലിയാണ്. ഞങ്ങളാരും വാങ്ങിക്കില്ല, നിങ്ങളാരും കൊടുക്കുകയും ചെയ്തത്. അപ്പൊ എന്ത് അപകടം ഉണ്ടെങ്കിലും, ഞാൻ ഇത്രയും പറയാൻ കാരണം, എന്ത് അപകടം ഉണ്ടെങ്കിലും മടിക്കാതെ സ്റ്റേഷനിലേക്ക് വിളിക്കണം. എന്ത് അപകടം ഉണ്ടെങ്കിലും ഞാൻ വിളിച്ചാൽ എന്നെ സംഭവിക്കും, എന്റെ പേരിൽ കേസ് ഉണ്ടാവുമോ, അല്ല ഞാൻ പൈസ കൊടുക്കണം, ഇതൊന്നുമില്ല കേട്ടോ. ധൈര്യമായിട്ട് വിളിക്കണം. നിങ്ങൾ വിളിക്കണം. ഞങ്ങൾ പറയുന്നത് എന്ത് അപകടം ഉണ്ടെങ്കിലും ഒരു സമയം പോലും, ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾ വിളിക്കണം. ഞങ്ങൾ അവിടെ റെഡിയായി നിൽക്കുന്നുണ്ടാവും. ഓക്കെ, മനസ്സിലായല്ലോ? ഇല്ല, സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല അല്ലെ? അപ്പോ ഇതാണ് നമ്മളെ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് നാട്ടിലുണ്ടാവുന്ന കുറച്ച് അപകടങ്ങളും നോക്കാം അല്ലെ? നമ്മൾ എപ്പോഴും കേൾക്കുന്ന സംഗതിയാണ് വെള്ളത്തിൽ വീണിട്ടുള്ള അപകടങ്ങൾ അല്ലെ? മുങ്ങി മരണങ്ങൾ. ഈ മുങ്ങി മരണങ്ങൾ കേൾക്കുമ്പോൾ, നമ്മൾ വാർത്തയിൽ വായിക്കുമ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന അല്ലെ, ആ വാർത്തകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഏകദേശം സെയിം ആയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആ പത്രവാർത്തകളൊന്ന് ആലോചിച്ചോളൂ. നമ്മൾ സാധാരണ കേൾക്കുന്ന മുങ്ങി മരണത്തെ കുറിച്ചുള്ള വാർത്ത എങ്ങനെ ഉണ്ടാവല്? ഉറക്കെ പറയേ. പറഞ്ഞോ? എല്ലാം നിങ്ങളെ നാട്ടുകാരല്ലേ? വെള്ളത്തിൽ വീണ് മരിച്ചു. നല്ല മുങ്ങി വരണം എന്ന് പറയുന്നത് ഇതിനൊരു പ്രത്യേകത ഉണ്ടാവും. നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞ മനസ്സിലാകത്തോണ്ട് അങ്ങ് വരാത്ത. എന്താണ് പറഞ്ഞോ? നമുക്കുള്ളത് താങ്ങാനല്ലോ. വെള്ളത്തിൽ വീണ നമ്മൾ എത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഏത് മുങ്ങിപ്പോയാൽ 3 മിനിറ്റേ ഉള്ളൂ സംഗതി. അല്ല, പിടിച്ചു നിൽക്കാണെങ്കിലും ഓക്കെ, നീ പിടിക്കണമെന്നല്ല കേട്ടോ പറയുന്നത്. മുങ്ങി നമ്മൾ കാണാണ്ടായി കഴിഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യമാണ്. 3 മിനിറ്റ് കൂടുതൽ ഒരാൾ വെള്ളത്തിൽ, അതെ അത് കറക്റ്റാണ്. പിടിച്ചു നിൽക്കുകയാണ് നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. കിണറ്റിലൊക്കെ നമ്മൾ മിക്കവാറും പിടിച്ച് നിൽക്കുകയായിരിക്കും. ആവേശം ചാടും അല്ലേ? ചാടും. പിന്നെ മോട്ടറിന്റെ ഇതും അതെല്ലാം പിടിച്ച് നിന്നിട്ട് അല്ലേ? ഞാൻ തമാശ പറയല്ല, ഇത് നിങ്ങൾ വീട്ടന്മാർ പ്രത്യേകിച്ച് കേൾക്കേണ്ട സംഗതിയാണ്. ഒരു 2 മണി 3 മണി അല്ലെങ്കിൽ ഒരു 4 മണിക്കിടയിൽ ഫയർ സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പിക്കാം അത് ഒരു പാവം പിടിച്ച സ്ത്രീ മിക്കവാറും കടിച്ചാടിയായിരിക്കും. പ്രത്യേകിച്ച് 50-60 വയസ്സിനിടയിൽ പ്രായമുള്ള സ്ത്രീ ആയിരിക്കും. മിക്കവാറും അമ്മമാരായിരിക്കും. ഞങ്ങൾ പോകുന്ന എല്ലാ കേസിലും മിക്കവാറും കേസിൽ സംഭവിക്കുന്നത് വീട്ടിൽ
നിസ്സാരമായ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാകില്ലേ, പല ആൾക്കാരെ വീട്ടിലൊക്കെ ഉണ്ടാകും. നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് പേരിൽ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാത്തതിന്റെ പേരിൽ പ്രശ്നം വരും, ചാടും. ഒരിക്കലും ആ ഒരവസ്ഥ ഒരു വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാവാൻ നമ്മൾ ഓരോരുത്തരും അനുവദിക്കാൻ പാടില്ല കേട്ടോ. ഞങ്ങളൊക്കെ പോകുന്നതിന് എനിക്ക് സത്യം എല്ലാ കേസിലും ഇതേ അവസ്ഥ ഉണ്ടാവില്ല. ഒരു 50-60 വയസ്സാകുന്ന സ്ത്രീകളായിരിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയ കുഞ്ഞിനെ എടുത്തിട്ട് 10-30 വയസ്സുള്ള അമ്മയും മോളും കേട്ടില്ലേ. അതൊക്കെ വീട്ടിൽ ചെറിയ ചെറിയ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന, നമ്മളത് വെറുതെ വഷളാക്കിയ കുറെ പ്രശ്നങ്ങളുടെ പേരിലാണ് ജീവൻ അപകടത്തിൽ പോകുന്നത്.